കഴിഞ്ഞ ചില നാളുകളായി ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന, ദീർഘനാളുകളായി ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ജയോത്സവ ജീവിതം. ക്രിസ്തീയ ജീവിതം ജയത്തിൻ്റെ ജീവിതമായിരിക്കണം, ജയോത്സവ ജീവിതമായിരിക്കണം എന്നുള്ളതാകുന്നു വിഷയം. ഇത് 100 രീതിയിൽ ഇത് നിങ്ങളുമായി പങ്കിടുവാൻ സാധ്യമാകുമെന്നാൽ ദൈവം എനിക്ക് തന്നത് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ ഈ ബൈബിൾ നിറയെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാകുന്നു. ദൈവജനം ജയത്തോടുകൂടി ജീവിക്കണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയായിരിക്കുന്നു. തൻ്റെ മക്കൾ, ദൈവ മക്കൾ ജയ ജീവിതം നയിക്കണം എന്നുള്ളത് അത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം. അത് ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ഹൃദയ തുടിപ്പാകുന്നു. തൻ്റെ മക്കൾ ജയ ജീവിതം നയിക്കണമെന്നുള്ളത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയാം അവരുടെ മക്കൾ ജയജീവിതം നയിക്കണം എന്നുള്ളത് നാം ഒരുപാട് ആഗ്രഹിക്കുന്ന വിഷയമാകുന്നു. ഒരു മാതാപിതാക്കൾ പോലും ആഗ്രഹിക്കുന്ന വിഷയമല്ല തൻ്റെ മക്കൾ തോറ്റുപോകണം. അത് സ്കൂളിലെ പഠിത്തമാകട്ടെ, അവർ മത്സരങ്ങളാകട്ടെ, തുടർന്ന് മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവരുടെ ജോലി ജീവിതത്തിൽ അവർ ജയിച്ച് ജീവിക്കണം, ഹല്ലേലൂയ, ജയാളികളായി ജീവിക്കണം. അവർ വിവാഹ ജീവിതത്തിൽ അവർ ജയാളികളായി ജീവിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാം കൈ സഹായങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ പിതാവാം ദൈവം, ഓ ഹല്ലേലൂയ, നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര അധികം ആഗ്രഹിക്കുന്ന വിഷയമാകുന്നു തൻ്റെ മക്കൾ ജയത്തോടെ ജീവിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. നാം ലോകത്തിലെ മാതാപിതാക്കൾക്ക് ആഗ്രഹിക്കുവാൻ മാത്രം സാധ്യമാകും, എന്നാൽ മക്കൾ ജയിക്കണം എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ലാത്തപ്പോൾ പിതാവാം ദൈവം ഗ്യാരണ്ടി തരുന്ന ഒരു പിതാവാകുന്നു. ഹല്ലേലൂയ. അവന്റെ മക്കൾക്ക് ഗ്യാരണ്ടി ആയിട്ടും ജയമുണ്ട്, ജയോത്സവമുണ്ട്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈ പിതാവാം ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാകുന്നു, ദൈവാലയത്തിലേക്ക് നാം കടന്നു വരുന്നു, ഇവിടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്നു, ദൈവശക്തി കൊണ്ട് നിറയപ്പെടുമ്പോൾ ഒരു കൂട്ടം ജനം അവരുടെ വിടുതലുകൾ, അവരുടെ സൗഖ്യം, അവരുടെ ജയം പ്രാപിച്ച് മടങ്ങി പോകുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ജനം, പാസ്റ്റർ പറയുകയുണ്ടായി, കണ്ട് മടങ്ങിപ്പോകുന്നവരായി, കാഴ്ചക്കാരായി കടന്നു വന്ന് മടങ്ങിപ്പോകുന്ന മറ്റൊരു കൂട്ടം ജനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ജനമുണ്ട് ആരാധന ആസ്വദിക്കുന്നവർ. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയുവാനുള്ളത് മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ സങ്കീർത്തന ധ്യാനം, മനോഹരമായ ദൈവവചന ശുശ്രൂഷ എന്ന് വേണ്ട എല്ലാം പറയുവാൻ സാധ്യമാകും. അവരോട് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, എന്തുകൊണ്ട് ഇത് മനോഹരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിന് നന്ദി പറയുകയാണ്. ഇന്ന് പാസ്റ്റർ പറഞ്ഞ പല വിഷയങ്ങളും ദൈവവചനത്തിൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാകുന്നു. അവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്, അത് നല്ല അനുഭൂതിയായിരുന്നു എന്ന് പറയുവാൻ അവർക്ക് സാധ്യമാകും. അവർ പറയും, എനിക്ക് തോന്നി, എൻ്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോയതുപോലെ തോന്നി എന്ന് പറയുവാൻ അവർക്ക് സാധ്യമാകും. കർത്താവിൽ പ്രിയരെ, ദൈവം ആഗ്രഹിക്കുന്നത് ചില ഫീലിങ്സ് തരുവാൻ അല്ല ആഗ്രഹിക്കുന്നത്. ദൈവദാസൻ പറയുകയുണ്ടായി, നിങ്ങൾക്കൊരു സ്പർശനം അനുഭവിക്കുന്നുവെങ്കിൽ അത് കേവലം ഒരു ഫീലിംഗ് അല്ല, അത് അക്ഷരികമായി ദൈവത്തിന്റെ സ്പർശനമാകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ചില ഭാഗികമായ വിടുതലുകൾ, ചില ഭാഗികമായ ഫീലിങ്സ് തന്ന് നിങ്ങളെ മടക്കിവിടുവാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് സമാപ്തി വരുന്ന ഒരുവനാകുന്നു നമ്മുടെ പിതാവാം ദൈവം. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാം ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ അക്ഷരികമായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിങ്ങളെ അനുഗ്രഹത്തോട് തന്നെ അയക്കുന്ന ഒരു ദൈവമാകുന്നു. ഹല്ലേലൂയ. അവൻ ഭാഗികമായി ചിലത് പകുതിയിൽ കൊണ്ട് നിർത്തിയിട്ട് പോകുന്ന ഒരു ദൈവമല്ല. പ്രൈസ് ബി ടു ഗോഡ്. നാം ജയോത്സവമായ ജീവിതം നയിക്കണം എന്നുള്ളത് പിതാവിന്റെ വചനത്തിന്റെ വ്യവസ്ഥ, ദൈവവചന വ്യവസ്ഥയായിരിക്കുന്നു. നാം ജയജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ചില ഫീലിങ്സ് ലഭിച്ച് നാം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ, പ്രാവർത്തിക ജീവിതത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ, നമ്മുടെ ഓഫീസിലേക്ക് മടങ്ങി പോകുമ്പോൾ, നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ, നമ്മുടെ ബിസിനസ്സിലേക്ക് മടങ്ങി പോകുമ്പോൾ എന്ന് വേണ്ട ഡേ ടു ഡേ ലൈഫിലേക്ക് നമ്മൾ മടങ്ങി പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ചോദ്യചിഹ്നങ്ങൾ, നിനക്ക് എതിരായി നിന്ന ആ അനാക്യ മല്ലന്മാർ, നിനക്കെതിരായി നിന്ന യെരിഹോ മതിലുകൾ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന യെരിഹോ മതിലുകൾ, നിന്നെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് വീണ്ടും അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഈ ഫീലിങ്സ് മഞ്ഞുരുകി പോകുന്നത് പോലെ, ഒരു മെഴുകുരുകി പോകുന്നത് പോലെ അത് കടന്നു പോകുന്നു.
അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയമാകുന്നു നിരാശ. പലരുടെയും ജീവിതത്തിൽ ജയജീവിതം നയിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു വിഷയം, അവർ ഈ ഫീലിങ്സിനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. ഇമോഷൻസിനെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ അവർക്ക് കടന്നു വരുന്നതാകുന്നു നിരാശയുടെ അനുഭവം. അവർക്ക് ജയം അനുഭവിക്കുവാൻ സാധ്യമല്ല. എൻ്റെ അടുത്തൊരു സഹോദരി പറയുകയുണ്ടായി, ഞാനിവിടെ ആഴ്ചതോറും കടന്നു വന്ന് പോകുന്നുണ്ട്, ദൈവദാസൻ വലിയ കാര്യങ്ങൾ പറയുന്നു, എന്നാൽ എനിക്കൊന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. വളരെ സന്തോഷത്തോടെ ഞാൻ മടങ്ങിപ്പോകുന്നു, പക്ഷെ എൻ്റെ വിഷയങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം പിന്മാറിപ്പോകുന്ന ഒരുപാട് പേരെ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. എന്നാൽ ദൈവം, എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ ജയത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്നാൽ ജയോത്സവമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജയാളിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ലോകം പറയുന്നത് ഇപ്രകാരമാകുന്നു. അവർ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ, ഒരു പക്ഷേ നിന്റെ സമൂഹത്തിലെ നിന്റെ സ്ഥാനമാനം, നിന്റെ ബാങ്ക് ബാലൻസ്, നീ ഓടിക്കുന്ന വാഹനം, നിന്റെ വസ്ത്രധാരണ എന്നുള്ള വിഷയങ്ങൾ ആയിരിക്കാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മറ്റൊരു രീതിയിലായിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാകുന്നു ഒരു ജയാളി. ലോകപരമായി ഒരു ജയാളിയെ നമുക്ക് അവിടെ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഒരു ധനികനായ മനുഷ്യൻ, അവന്റെ ബിസിനസിനെ കുറിച്ച് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ബിസിനസ് വളരെയധികം പ്രോസ്പർ ചെയ്തു. അവന്റെ സമ്പാദ്യം കൂട്ടിവെക്കുവാൻ കഴിയാതെ വണ്ണം, അവന്റെ ബാങ്കിന് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോകത്തിന്റെ ജയാളിയെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, അന്ന് രാത്രി ദൈവം അവനോട് ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതാകുന്നു ദൈവദാസനിൽ കൂടെ നാം കേട്ടത്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഫലം? പ്രൈസ് ദ ലോർഡ്. അവൻ ലോകം മുഴുവൻ നേടിയാലും. 15-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്, ഒരുവന്റെ ജീവിതത്തിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം അവന്റെ അവന്റെ മാനം അല്ലെങ്കിൽ ധനമല്ല. 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവ വിഷയത്തിൽ നീ സമ്പന്നനാകുകയാണെങ്കിൽ നീ ജയാളി. ഹല്ലേലൂയ. ലോകപരമായി അവനെ ജയാളി എന്ന് വിളിച്ചവനെ യേശു വിളിക്കുന്നത് മൂഢ എന്നാകുന്നു. കർത്താവിൽ പ്രിയരെ, പലർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയം ഇതാകുന്നു. ഹല്ലേലൂയ. ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ ലോകത്തിന്റെ ധനമാനത്തിന്റെ പിന്നിലേക്ക് കടന്നു പോകുമ്പോൾ യേശു പറയുന്നത്, യേശു അവനെ വിളിക്കുന്നത് മൂഢ എന്നുള്ളൊരു വിളിയാകുന്നു. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ വിഷയത്തിൽ സമ്പന്നരായിരിക്കണം നമ്മൾ. ആത്മീയ വിഷയത്തിൽ നാം സമ്പന്നരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സകല വിഷയങ്ങളിലും നാം സമ്പന്നരാകും. അതുകൊണ്ട് അത്ര യേശു പറഞ്ഞത്, മത്തായി 6:33 പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നിനക്ക് ലഭിക്കും. അതോടുകൂടി, ഏതോടുകൂടി? ആത്മീയ വിഷയത്തിൽ നീ സമ്പന്നനാകുകയാണെങ്കിൽ അതോടുകൂടി ബാക്കിയുള്ള സകല വിഷയങ്ങളും. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പ്രയാസമുണ്ടാകും നമുക്ക്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പണ്ട് ദൈവത്തോട് അടുക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ജയാളിയാകണമെന്ന് ആഗ്രഹിച്ച് ആലയത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും ലഭിക്കുന്ന ഒരു ദൂത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും ലഭിക്കും. കർത്താവിൽ പ്രിയരെ, ഇത് മാറ്റമില്ലാത്ത വചനമായതുകൊണ്ട് അത് അപ്രകാരം മാത്രമേ പറയുവാൻ സാധ്യമാകത്തുള്ളൂ. എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ആധാരം ദൈവം മാത്രം, യേശു മാത്രമായതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും വരികയില്ല. മുൻപേ അവന്റെ നീതിയും അവന്റെ രാജ്യവും നീ അന്വേഷിക്കുമെങ്കിൽ അതോടുകൂടെ സകലതും ലഭിക്കും. Praise be to God. ആത്മീയ വിഷയത്തിൽ സമ്പന്നനാകുക എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു തന്ന ആ ഒരു വിഷയം മാത്രം നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവ വിഷയത്തിൽ സമ്പന്നനാകുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ആദ്യം ദൈവം പഠിപ്പിച്ചു തന്നു. ഒന്ന്, to have a personal relationship with God. ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം എനിക്കും നിനക്കും ഉണ്ടാകണം. ഒരു ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ഒരു വ്യക്തിയുമായി ബന്ധം ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ എന്താകുന്നു സംഭവം? ദൈവത്തോടെ കൂടുതലായി അടുക്കുക, ഒരു വ്യക്തിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, ആ വ്യക്തിയെ പറ്റി കൂടുതൽ നമുക്ക് അറിയുവാൻ സാധ്യമാകും.
ഒരു വ്യക്തിയുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. യു ഷുഡ് ഹാവ് എ ടൈം അലോൺ വിത്ത് ഗാഡ്. നീയും ദൈവവുമായി ഒരു സമയം ഉണ്ടാകണം നിന്റെ ജീവിതത്തിൽ. ഈ ദൈവവുമായി കൂടുതൽ സമയം ചെലവഴിക്കണം. ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അത് എങ്ങനെ സാധ്യമാകും? അതിന് ബൈബിൾ ക്ലാസ്സിൽ കടന്നു പോകണം, അതിന് സെൽ മീറ്റിംഗിൽ കടന്നു പോകണം, കൂട്ടായ്മകളെ ഹാലലൂയ നിങ്ങൾ ഹാലലൂയ ആ കൂട്ടായ്മകളിലേക്ക് നിങ്ങൾ കടന്നു പോകണം, മീറ്റിംഗ്സിൽ കടന്നു വരണം. So when you have a relationship with God, ദൈവവുമായി ഒരു ബന്ധം ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ വിഷയമാകുന്നു you will receive the knowledge about God. ഈ വ്യക്തിയുമായി അടുത്ത് ഇടപെടുവാൻ തുടങ്ങുമ്പോൾ, ഈ വ്യക്തിയുടെ ഇഷ്ടം അനിഷ്ടങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ജ്ഞാനം എനിക്കും നിനക്കും ലഭിക്കും. ഹല്ലേലൂയ. ദൈവം ആരാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകും. അന്നേരം നമുക്ക് പാടുവാൻ കഴിയുന്നതാകുന്നു അസാധ്യമായി എനിക്കൊന്നുമില്ല എന്ന്. അസാധ്യമായി ഒന്നും തന്നെ എൻ്റെ ദൈവത്തിന് ഇല്ല. ഹല്ലേലൂയ. സർവശക്തനാണ് എൻ്റെ ദൈവം. ഞാൻ ആരാധിക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം. അവൻ ഹല്ലേലൂയ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം. അവൻ ജീവന്റെ ഉടയവനാം ദൈവം. അവൻ ജീവന്റെ ഉറവിടമാകുന്ന ദൈവം. എൻ്റെ ജീവിത അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ഒരു ദൈവം എന്ന് എന്റെയും നിന്റെയും നാവിൽ കൂടെ വരുവാൻ സാധ്യമാകും. അങ്ങനെ അപ്രകാരമാകുമ്പോൾ മൂന്നാമത്തെ വിഷയമാകുന്നു you will receive the confidence in God. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു ഇന്നലെ വരെയെങ്കിൽ ഇന്നു മുതൽ സംഭവിക്കുന്നത് കോൺഫിഡൻസ് ഇൻ ഗാഡ്. എന്റെയും നിന്റെയും ജീവിത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്കും നിനക്കും ഹല്ലേലൂയ ആശ്രയിപ്പാൻ ഒരുവനുണ്ട്. ഈ ദൈവത്തിൽ മാറ്റമില്ലാത്ത ഒരു ഉറപ്പ് അത് വിശ്വാസമായി വെളിപ്പെടുവാൻ തുടങ്ങുക തന്നെ ചെയ്യും. ആത്മീയ വിഷയത്തിൽ നീ സമ്പന്നനാകുക എന്ന് പറയുമ്പോൾ ദൈവത്തോടെ കൂടുതൽ അടുക്കുക, ദൈവത്തിന്റെ ഇഷ്ടം അനിഷ്ടങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക, ദൈവത്തെ കൂടുതലായി അന്വേഷിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. നിനക്ക് ഇന്നലെ വരെ നിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ ആഗ്രഹം മാത്രം എൻ്റെ ജീവിതത്തിൽ കൂടെ നടക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് നാലാമത്തെ ഒരു വിഷയമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയയായി മാറുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്റെയും നിന്റെയും ജീവിതത്തിൽ പ്രയാസങ്ങളുടെ മേഖലകൾ കടന്നു വരുമ്പോൾ അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുണ്ട് എന്നുള്ള ഉറപ്പിൽ ഞാൻ നീ നടക്കുവാൻ തുടങ്ങും. ആത്മീയ വിഷയത്തിൽ സമ്പന്നനാകുമ്പോൾ പാസ്റ്റർ പറയുകയുണ്ടായി, യാക്കോബ് ദൈവവുമായി മല്ല് പിടിച്ചത് യേശാവിന്റെ വിഷയത്തിലല്ല, അവൻ ആത്മീയമായ ഒരു ആംഗിളിലുള്ള മൽപിടുത്തമായിരുന്നു. ദൈവമേ നീ അനുഗ്രഹിക്കുകയല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ, ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ഒരു അനുഗ്രഹം കടന്നു വന്നപ്പോൾ യേശാവ് ഒരു വിഷയമല്ലാതെ മാറി. നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കിടുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നു യോസേഫ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു ഒരു യോസേഫ്. ആ യോസേഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോത്തിഫറിന്റെ ഭവനത്തിൽ അവനൊരു അടിമയായി നിൽക്കുന്നു. അവിടെ ചെന്ന് അടിമ വേല തുടങ്ങി. 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവനൊരു പ്രൊമോഷൻ ലഭിച്ചതായി നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഗൾഫിൽ കടന്നു വന്നു, വിസ ലഭിച്ചു, ജോലി കിട്ടി. ജോലിയിൽ ഒരു അല്പം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി. ഒക്കെ നല്ല രീതിയിൽ കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഘർഷം കടന്നു വരികയാണ്. വിഷയം മറ്റൊന്നുമല്ല, പോത്തിഫറിന്റെ ഭാര്യ അവനെ കൊണ്ട് പാപം ചെയ്യുവാനുള്ള ചില പ്രേരണ വരുത്തുകയാണ്. ഞാൻ പറയുകയുണ്ടായി, ആത്മീയ വിഷയത്തിൽ സമ്പന്നനായിരിക്കണം എന്നുള്ളതാകുന്നു വിഷയം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിക്കും, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ലോകത്തിൽ ഏത് തന്നെ ജയത്തെക്കുറിച്ച് നാം അഹങ്കരിക്കുവാൻ സാധ്യമായാലും ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശംസിപ്പാൻ യാതൊന്നുമില്ല. നമ്മുടെ വസ്ത്രം, ആത്മീയ വസ്ത്രം കളങ്കപ്പെടാതെ മലിനപ്പെടാതെ ഇരിക്കണമെങ്കിൽ ആത്മീയ വിഷയത്തിൽ സമ്പന്നനാണെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. യോസേഫേ, നിന്റെ അവസ്ഥ എന്താകുന്നു? യോസേഫ് വലിയ കഷ്ടതയിലായിരിക്കുന്നു. വലിയ കഷ്ടത എന്ന് പറയുവാൻ കാരണം മറ്റൊന്നുമല്ല, അതിന്റെ 9-10 വാക്യങ്ങൾ നാം ചേർന്ന് വായിക്കുമ്പോൾ കാണുവാൻ സാധ്യമാകുന്നത് പോത്തിഫറിന്റെ ഭാര്യ ഒരു ദിവസം മാത്രമല്ല പ്രലോഭനത്തിലേക്ക് കടത്തുവാൻ ആഗ്രഹിച്ചത്. നിരന്തരമായി അവൻ ഓഫീസിൽ കടന്നു പോകുമ്പോൾ ആ പ്രശ്നം അതുപോലെ നിൽപ്പുണ്ട്. അവന്റെ പ്രശ്നത്തിന് മാറ്റം വന്നിട്ടില്ല. നിരന്തരമായി ആ പാപത്തിലേക്ക് അവനെ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന പോത്തിഫറിന്റെ ഭാര്യ അവിടെ കാണുവാൻ സാധ്യമാകുന്നു. എന്നാൽ യോസേഫേ,
നിനക്കെന്താണ് പറയുവാനുള്ളത്? ആത്മീയ വിഷയത്തിൽ സമ്പന്നനായിരിക്കുന്ന യോസെഫിന് അവളോട് പറയുവാൻ ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കാം, ഇവൻ ആത്മീയ വിഷയത്തിൽ സമ്പന്നനെന്ന് എങ്ങനെ പറയുവാൻ സാധ്യമാകുന്നു? അവന്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്. അവന്റെ പേരാകുന്നു ജോസഫ് ജേക്കബ്. യാക്കോബിന്റെ മകനായിരിക്കുന്നവനാകുന്നു യോസെഫ്. യാക്കോബ് വെറും ഒരു സാധാരണക്കാരനല്ലായിരുന്നു. നാം കേട്ടതുപോലെ ദൈവവുമായി മല്ലിട്ടവനായിരുന്നു. യാക്കോബ് ഇസ്രായേലായി മാറിയ ആ ഇസ്രായേലിന്റെ മകനാകുന്ന യോസെഫിന് 17 വയസ്സ് ഏകദേശം ഉണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു. അങ്ങനെങ്കിൽ അവന്റെ പിതാവിന്റെ പ്രാർത്ഥനാ ജീവിതം അവൻ കണ്ടിരുന്നു. അവന്റെ പിതാവിന്റെ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, 37-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധ്യമാകുന്നത്, he used to give the evil report about his brothers to his father. അവന്റെ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ പിതാവിനോട് പറയുമായിരുന്നു. 2 കൊരിന്ത്യർ 6:14-15 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നതുകൊണ്ട്, നീതിയും അധർമ്മവും തമ്മിൽ എന്ത് കാര്യം, വെളിച്ചവും ഇരുളും തമ്മിൽ എന്ത് കാര്യം എന്ന് പറയുന്നത് പോലെ, ഒരു ആത്മീയനായി സമ്പന്നനായിരിക്കുന്ന എനിക്കും നിനക്കും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം വരുമ്പോൾ അതുമായിട്ട് യോജിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടത്രേ നാം കാണുന്നത് ആ 10-ാമത്തെ വാക്യം 39-ന്റെ 9-10 വാക്യങ്ങളിൽ പോത്തിഫറിന്റെ ഭാര്യയോട് അവൻ പറയുന്ന ഒരു വിഷയം ഇപ്രകാരമാകുന്നു. അവൾ വീണ്ടും വീണ്ടും പാപത്തിന് വേണ്ടി ഇവനെ പ്രേരിപ്പിക്കുമ്പോൾ അവന് പറയുവാനുള്ള ഒരു വിഷയം, ഈ വലിയ മഹാപാപം ഞാൻ പോത്തിഫറിനോട് എങ്ങനെ ചെയ്യുമെന്നുള്ളതല്ല അവൻ പറയുന്നത്. അവൻ പറയുന്നത്, ഈ വലിയ മഹാദോഷം, ഈ വലിയ മഹാപാപം ഞാൻ എൻ്റെ ദൈവത്തോടെ എങ്ങനെ ചെയ്യുവാൻ സാധ്യമാകും? കർത്താവിൽ പ്രിയരെ, എനിക്കും നിനക്കും ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ജീവിത സാഹചര്യങ്ങളിൽ പാപത്തോടെ നോ എന്ന് പറയേണ്ട സമയങ്ങളിൽ പറയുവാൻ ആരും നമ്മളെ സഹായിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നടക്കുന്നവർ മാത്രം ദൈവമക്കൾ എന്ന് റോമർക്കെഴുതിയ ലേഖനം 8:14 പറയുന്നുവെങ്കിൽ, ഞാനും നീയും ദൈവവുമായ ഒരു ബന്ധമുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി നീ സ്വീകരിക്കുമെങ്കിൽ, തക്ക സമയത്ത് ദൈവം നിനക്ക് ആലോചന പറയും. ഹല്ലേലൂയ. ദൃഷ്ടി വച്ച ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെ അത്രേ ഞാനും നീയും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ജയാളിയുടെ ലക്ഷണമാകുന്നു പാപത്തെ നോക്കി നോ എന്ന് പറയുവാൻ കഴിയുന്നത്. ജയാളി അല്ലാത്ത ഒരു വ്യക്തി, ദൈവത്തിൽ നിന്നും പ്രാപിക്കാത്ത ജയം, കർത്താവിൽ പ്രിയരെ, അത് തോൽവിയായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അത്രേ അവൻ പറഞ്ഞു നോ. ഒരു ദിവസം കടന്നു വന്നു, ആരും ഇല്ലാത്ത ഒരു സമയത്തായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ വീണ്ടും അവനെ പ്രേരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ആരും ഇല്ലാത്തപ്പോ പലപ്പോഴും നാം ചെയ്യുന്നത്, ആരെങ്കിലും കാണും, നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കാണും, കണ്ടു കഴിഞ്ഞാൽ പിടിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, അത് ദൈവികമായി അല്ലെങ്കിൽ ആത്മീയമായി സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യണമെന്ന് ഒരു വിഷയമല്ല. അത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ കൂടെ വരുന്നത്. എന്നാൽ വിഷയം ആരും കാണാത്തപ്പോ, ആരും കാണാൻ, ഞാൻ ഈ പാപം ചെയ്താൽ, ഞാൻ ഈ തെറ്റ് ചെയ്താൽ എന്റെ മാനേജർ അറിയുകയില്ല, എന്റെ ഓഫീസിലുള്ള ആരും തന്നെ അറിയുകയില്ല, എന്റെ ഭാര്യ അറിയുകയില്ല, എന്റെ ഭർത്താവ് അറിയുകയില്ല, പക്ഷേ എന്റെ ദൈവം അറിയും. എന്റെ ദൈവത്തിന് ഇത് ഇഷ്ടമുള്ള വിഷയമല്ല എന്ന് മാറി നിൽക്കുന്നത്. ഇന്റഗ്രിറ്റി ബിലോങ്സ് ടു ആൻ ഓവർകമർ. സത്യസന്ധമായി ജീവിക്കണമെങ്കിൽ അതൊരു ജയാളിക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോസേഫേ, നീ ഇതൊക്കെ ചെയ്തു, ഇപ്പോൾ നിന്റെ അവസ്ഥ എന്ത്? അവൻ കാരാഗ്രഹത്തിൽ, പോത്തിഫർ പിടിച്ചു കാരാഗ്രഹത്തിൽ ഇടുകയായിരുന്നു ചെയ്തത്. എന്നാൽ കർത്താവിൽ പ്രിയരെ, അവൻ കാരാഗ്രഹത്തിൽ കിടന്നത് നിത്യമായി അവിടെ നശിച്ചു പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാരാഗ്രഹത്തിൽ പോയി, നീ കാരാഗ്രഹത്തിൽ പോയി, നീ ദൈവത്തിന്റെ വചനം അനുസരണമായി ചെയ്തതിന്റെ പരിണിത ഫലമായി നീ കാരാഗ്രഹത്തിൽ പോയെങ്കിൽ, ഈ കാരാഗ്രഹത്തിന് നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഒരു ജയാളിയെ ഉൾക്കൊള്ളുവാൻ ഒരു കാരാഗ്രഹത്തിന് സാധ്യമല്ല. ആ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ വരെ ദൈവം ഇളക്കി മറിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചത് മറ്റൊന്നുമല്ല, അവൻ അവിടുന്ന് മടങ്ങിപ്പോയത് രാജസ്ഥാനത്തേക്ക്. 40-ാം അധ്യായം അതിന്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഫറവോൻ പറയുകയാണ്, ഈ കൊട്ടാരത്തിലെ ഹല്ലേലൂയ ഈ ത്രോൺ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും യു ആർ നെക്സ്റ്റ്. നിന്റെ വാക്ക് ഈ രാജ്യത്തിലെ രാജാവിന്റെ വാക്കിന് തുല്യമാകും. കർത്താവിൽ പ്രിയരെ, ഇന്ന് പകൽക്കാലം ഇതിന് മധ്യേ നിങ്ങൾ പല തരത്തിലെ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ പിന്മാറേണ്ട സമയമല്ല ഇത്. നീ യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ ബിൽറ്റ് ടു
to be an overcomer. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജയാളിയായിരിക്കുവാനാണ്. ലോകം നിന്നെ നോക്കി പറയും നീ വാലെന്ന് പറയുമ്പോൾ ദൈവത്തിന് നിന്നെ കുറിച്ച് പറയാനുള്ളത് ഞാൻ നിന്നെ വാലായിട്ടല്ല തലയായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകം നിന്നെ താഴെ വെറുക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ നിന്നെ മീതെയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. ഇത് ഫീലിങ്സിന് വേണ്ടിയുള്ളതല്ല. വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾ ജയാളിയായി തന്നെ മടങ്ങിപ്പോകും. ഇന്ന് പകൽക്കാലം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. മർക്കോസ് എഴുതിയ ലേഖനം സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധ്യമാകുന്ന ഒരുവനാകുന്നു യായിറേസ്. ആ യായിറേസിന്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ അവിടെ 12 വയസ്സുകാരിയായ ഏക മകൾ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണക്കിടക്കയിലായിരിക്കുന്ന ഒരു യായിറേസിന്റെ മകളെ നമുക്ക് കാണുവാൻ സാധ്യമാകും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അവിടെ കാണുവാൻ സാധ്യമാകുന്നത് അവിടെ ഉള്ള വ്യക്തികൾ, അവന്റെ അയൽക്കാർ, ഒരുപക്ഷെ അവന്റെ ഭാര്യ. ഇത് എൻ്റെ ആലോചനയാകുന്നു, ബൈബിളിനകത്തുള്ളതല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവന്റെ ഭവനത്തിലേക്ക് ഞാനും നീയും ഒന്ന് കടന്നുപോയി ചോദിക്കുകയാണെങ്കിൽ ഈ അയൽക്കാർക്ക് പറയാനുള്ളത് 12 വയസ്സ് ഏക മകൾ അവസാന ശ്വാസങ്ങൾ വലിക്കുമ്പോൾ, അവൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ യായിറേസ് ഇവിടെയൊന്നുമില്ല. അവൻ പോയിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്, അവൻ പോയിരിക്കുകയാണ് സെൽ മീറ്റിംഗില്. അവന്റെ മക്കളുടെ പഠിത്തത്തെ കുറിച്ച് അവൻ യാതൊരു ബോധമില്ലാതെ നടക്കുകയാണ് എന്ന് പലരും പറഞ്ഞേക്കാം. അവൻ ബൈബിൾ സ്റ്റഡിക്ക് പോയിരിക്കാൻ വിളിച്ചാൽ കിട്ടുകയില്ല. അവൻ പോയിരിക്കുകയാണ് മീറ്റിംഗിന്. യായിറേസേ, അവൾ മരണക്കിടക്കയിൽ കിടക്കുന്നു, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അവസാന ആഗ്രഹങ്ങൾ പറയുകയായിരിക്കാം. ഒരു പക്ഷെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അപ്പ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. യായിറേസേ, നിനക്കെന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയമായി സമ്പന്നനായിരിക്കുന്ന, ദൈവ വിഷയത്തിൽ സമ്പന്നനായിരിക്കുന്ന യായിറേസിന് പറയുവാനുള്ളത്, അവർ പറയുന്നതൊക്കെയും ശരിയാണ്. അവൾ എന്റെ മകൾ മരണക്കിടക്കയിലായിരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല, വേറൊരു പക്ഷമില്ല. അവസാന ശ്വാസം വലിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. അത് സത്യം എന്ന് അവന് പറയുവാൻ സാധ്യമാകുമെങ്കിലും അവന് പറയുവാനുള്ളത് ഒന്ന് മാത്രം: ഞാൻ അവിടെ നിന്നാൽ അത് അവളുടെ മരണക്കിടക്കയായി മാറും. ഞാൻ അവിടെ നിന്നാൽ അവളുടെ അവസാന ശ്വാസമായി മാറും. ഞാൻ അവിടെ നിന്നാൽ അവളുടെ അവസാന ആഗ്രഹങ്ങളായി മാറും. എന്നാൽ ഞാൻ ഒരുവനെ അറിയുന്നു, അവൻ ജീവന്റെ ഉറവിടമാകുന്ന ദൈവം, അവൻ ജീവന്റെ ഉടയോനാം ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ളവൻ. അവൻ സകലത്തെയും ഉളവാക്കുന്നു. അവനിൽ കൂടെ അല്ലാതെ മറ്റൊന്നും ആരിൽ കൂടെ ഉളവായിട്ടില്ല എന്ന് പറയും. അവന്റെ പേരാകുന്നു യേശു. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ആത്മീയമായി സമ്പന്നനാകുവാണെങ്കിൽ സംഭവിക്കുന്നത് നീയും ഞാനും ജയാളിയായി തന്നെ ജീവിക്കും. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം, പല അനാഖ്യം മല്ലന്മാർ കടന്നു വന്നേക്കാം. ഒരല്പം സമയം കഴിഞ്ഞപ്പോൾ വ്യക്തികൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു. ലോകം എനിക്കും നിനക്കും നല്ല റിപ്പോർട്ട് തരണമെന്നില്ല. കുലുങ്ങി കാണും, ഭയപ്പെട്ട് കാണും, കണ്ണുനീര് വന്ന് കാണും, എങ്കിലും ഇത് സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ച് കാണും. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവിന് പറയുവാനുള്ളത് ഒന്ന്. യേശുവിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും സഹോദര. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും സഹോദരി. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ചിലരോട് പറയുവാനുള്ളത്, ഭയപ്പെടണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. മരിച്ചു പോയി എന്നുള്ളത് സത്യമെങ്കിലും തളിതാക്കുമി, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് യേശു പിടിച്ചു കഴിഞ്ഞാൽ, യേശു ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ആരെങ്കിലും വിശ്വാസത്തോടെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കുകയില്ല. ജയാളികൾ കരയുമോ? ജയാളികൾ ഭയപ്പെടുമോ? ബൈബിൾ പറയുന്നു, നാം എല്ലാം മനുഷ്യരായതുകൊണ്ട് പല അവസ്ഥകളിൽ കൂടെ കടന്നു പോകാം. 1 ശമൂവേൽ 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ദാവീദും കൂട്ടരും സിക്ലാഗിലേക്ക് മടങ്ങി വന്നപ്പോൾ അമാലേക്യർ തന്റെ ഭാര്യയെയും മക്കളെയും അവർ അടിമകളായി കൊണ്ടുപോയി. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അവർ കരയുവാൻ തുടങ്ങി, വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. ഇനി ശക്തിയില്ല, അതുപോലെ കരയുവാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവർക്കും അറിയുന്ന, നമുക്ക് ഇവർക്കും അറിയുന്ന ഒരു വിഷയമാകുന്നു യഹോസഫാത്ത്. യഹോസഫാത്തിന്റെ രാജ്യത്തിനെതിരെ 3 വലിയ രാജ്യങ്ങൾ സംഘടിതമായി വന്നപ്പോൾ യഹോസഫാത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ ഭയപ്പെട്ടു. We are no exception to these things. ഭയപ്പെടുമ്പോൾ നീ ചിന്തിക്കരുത്,
നീ പാപിയാണെന്ന് നീ ചിന്തിക്കരുത്. നീ ഭയപ്പെടുമ്പോൾ നീ ചിന്തിക്കരുത് നീ ദൈവത്തിൽ നിന്നും വീണുപോയെന്ന് ചിന്തിക്കരുത്. എന്നാൽ ഒരു ജയാളി എപ്പോഴും ഭയത്തിലായി നിൽക്കുകയില്ല. ദാവീദ് കരഞ്ഞു എന്നുള്ളത് സത്യം. യഹോശഫാത്ത് ഭയപ്പെട്ടു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യം. എന്നാൽ ഒരല്പം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദാവീദും കൂട്ടരും കരയുകയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ളവർ അവനെതിരെ തിരിയുന്നു, അവനെ കല്ലെറിയുവാൻ ഭാവിക്കുന്നു. ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാവീദോ തന്റെ യഹോവയാം ദൈവത്തിൽ ഉറച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് and David strengthened in the Lord. ദാവീദ് തന്റെ ദൈവത്തിൽ ഉറച്ചു. എങ്ങനെ ഉറയ്ക്കുവാൻ സാധ്യമാകും സഹോദരി? എങ്ങനെ ഉറയ്ക്കുവാൻ കഴിയും സഹോദര? ദാവീദിന് he had a relationship with God. He knew who is God. അവന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ദൈവത്തോടെ. അവന്റെ ദൈവം ആര് എന്ന് അവൻ അറിയായിരുന്നു. ഈ അനേകം സങ്കീർത്തനങ്ങളിൽ അവൻ എഴുതിയിട്ടുണ്ട്, നീ എന്റെ ഗോപുരം, നീ എന്റെ ശരണം, നീ എന്റെ രക്ഷ, നീ എന്റെ പാറ, നീ എന്റെ ദൈവം, നീ എന്റെ യഹോവയാം ദൈവം എന്ന് പറയണമെങ്കിൽ അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാകുന്നു ഹല്ലേലൂയ ഇന്ന് ആരാധനയുടെ മധ്യേ പാസ്റ്റർ പറയുകയുണ്ടായി, നിങ്ങൾ ധ്യാനത്തോടെ പാട്ടുപാടുക, ധ്യാനത്തോടെ പാട്ടുപാടുക എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഉള്ളിലുള്ള ഉറപ്പ്. അവൻ ഒരു വിഷയം അറിയാം, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, എന്നോട് കൂടി ഇത്രയും നാൾ നടന്നവൻ എന്നെ പകുതി വഴി ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല, എന്നെ നാശത്തിന് ഇരയായി വിടുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും മറക്കുകയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവും ഭൂമിയും സകലതും അഴിഞ്ഞു പോയാലും അവന്റെ വാക്കുകൾക്ക് വ്യത്യാസം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് മടങ്ങിപ്പോയി. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന ലഭിച്ച് എങ്ങനെ ലഭിക്കുവാൻ സാധ്യമാകും? എനിക്കും നിനക്കും ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ അവൻ എന്നോട് വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. എന്നിട്ട് കുറെ കണ്ണുനീര് കാണുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. എന്റെ ദൈവത്തിന് നിന്ന് വിടുവിക്കുവാൻ മനസ്സുണ്ട്. എന്റെ ദൈവം നിന്നെയും എന്നെയും ജയാളിയായി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിന്റെ ആലോചന ലഭിച്ചു. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവനൊരു സ്വരം കേട്ടു, ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. ഭയപ്പെടണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ കടന്നു പോയി. എന്ത് സംഭവിച്ചു? അമാലേക്യരെ തോൽപ്പിക്കുവാനും തന്റെ ശത്രുക്കളെ തോൽപ്പിക്കുവാനും 13 മടങ്ങിലപ്പുറമായ കൊള്ളയുമായി തിരിച്ചു വരുവാൻ സാധ്യമായി. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട. ഇറ്റ്സ് ടൈം ടു redeem back your losses. Hallelujah. യഹോശഫാത്തിനെ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും, അവനും ഭയപ്പെട്ടു. പക്ഷെ വചനം പറയുന്നത് അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു, അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി. തുടർന്ന് സംഭവിച്ച വിഷയം നമുക്ക് ഇവർക്കും അറിയാം. നിനക്കെതിരായി വന്ന യുദ്ധപാളയം ഒരു ബരാഖ താഴ്വരയായി മാറി, ഒരു അനുഗ്രഹത്തിന്റെ താഴ്വര. 3 ദിവസം പോയി ശേഖരിച്ചിട്ടും തീരാതെ വണ്ണം കൊള്ള അവർക്കുണ്ടായി. ഇന്ന് പകൽക്കാലം പ്രയാസത്തിന്റെ നടുവിലായിരിക്കാം പലരും. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ 16:33 പ്രകാരം യേശു പറയുന്നു, ഞാൻ ഈ വചനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ലഭിക്കുവാൻ. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവേൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ബി ടു ഗോഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19 ഈ യേശു പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിന്മേൽ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് I have given you the authority to overcome. ലോകത്തിന്റെ ശക്തികളെ ജയിക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഞാനും നീയും ലോകത്തെ കണ്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തികളോടും ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത് 1 യോഹന്നാൻ 4:4 ഇപ്രകാരം കാണുവാൻ സാധ്യമാകുന്നുണ്ട്, നിങ്ങൾ
ഇവരെ ജയിച്ചിരിക്കുന്നു. നിന്നിലുള്ളത്, നിന്നിൽ ഉള്ളവൻ ലോകത്തുള്ളവനെക്കാട്ടിലും ശക്തൻ. The one in you is greater than the one outside in the world. വിഷയം മനസ്സിലാക്കിയവർ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിനക്ക് പ്രശ്നമുണ്ടാകാം, പ്രയാസങ്ങളുണ്ടായിരിക്കാം, പലതരത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നീ കടന്നുപോയേക്കാം. ഫീലിങ്സുമായി കടന്നു പോകുവാനല്ല, ദൈവം പറയുന്നു, ഞാൻ നിനക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിന്മേൽ ചവിട്ടി മെതിച്ച് അവരുടെ മേൽ ജയമെടുക്കുവാൻ ഉള്ള അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞവൻ എന്റെയും നിന്റെയും ഉള്ളിലുള്ളത് യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നു. അവൻ സർവശക്തനാം ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലം നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിഷയങ്ങളുടെ ഭാരങ്ങൾ കാരണം പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നിന്റെ വിഷയങ്ങൾക്ക് സമാപ്തി വരുത്തുന്നവനായ ഒരു ദൈവം, യേശു ക്രിസ്തുവിനെ ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രൈസ്തവ മതം വെറും ഒരു മതമായി ഇരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ പടകിലേക്ക് ഈ യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുണ്ടോ? യെസ്, എല്ലാ കണ്ണുകളും ശാന്തമായി അടഞ്ഞിരിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം ഇതിന്റെ മധ്യേ ആരെങ്കിലും ഈ യേശുവിനെ ഇതുവരെ സ്വന്തം കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തിന്മേൽ വെച്ച് ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചാട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നിന്റെ ഹൃദയത്തെ തുറന്നു തരുമെങ്കിൽ കടന്നു വരുവാൻ തക്കോണം രാജാതി രാജാവിന് ഒരുക്കമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ 9-ാം തീയതി മെയ് മാസം നിന്റെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമായി മാറുകയാണ്. ജയാളിയായി മാത്രം ജീവിക്കേണ്ടത്. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും രണ്ടും രണ്ടല്ല. നിന്റെ ഓരോ ദിവസവും നീ ആത്മീയ വിഷയത്തിൽ സമ്പന്നനായി തുടങ്ങുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ജോലിയുടെ മണ്ഡലത്തിൽ അത് അനുഗ്രഹമായി വ്യാപരിക്കും. നിന്റെ ബിസിനസ്സിൽ അത് അനുഗ്രഹമായി വ്യാപരിക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വ്യാപരിക്കും. നിന്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും.